അബുദാബിയിൽ നടക്കുന്ന ഇസ്ലാമിക രാഷ്ട്ര സംഘടനയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ 46-ാം സമ്മേളനത്തിലേക്ക് ഇന്ത്യക്ക് നിരീക്ഷക രാജ്യമായി ക്ഷണം. OIC സമ്മേളനത്തിൽ നിരീക്ഷക രാജ്യമായി ഇന്ത്യയെ ക്ഷണിക്കുന്നത് ഇതാദ്യമായാണ്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള തന്ത്രപരവും സമഗ്രവുമായ സഹകരണത്തിൽ ഒരു നാഴികക്കല്ലാണ് ഈ ക്ഷണം. മാർച്ച് 1, 2 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിൽ 56 അംഗരാഷ്ട്രങ്ങളും 5 നിരീക്ഷക രാജ്യങ്ങളുമാണ് പങ്കെടുക്കുന്നത്. ഇസ്ലാമിക സഹകരണത്തിന്റെ 50 വർഷങ്ങൾ അഭിവൃദ്ധിക്കും വികസനത്തിനും വേണ്ടിയുള്ള ദിശാവലംബം എന്ന വിഷയത്തിലൂന്നിയാണ് ഇത്തവണ സമ്മേളനം നടക്കുന്നത്. ഇന്ത്യയിലെ 18.5 കോടി മുസ്ലിങ്ങൾക്കും രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്കായി അവർ നൽകിയ സംഭാവനകൾക്കും ലഭിക്കുന്ന അംഗീകാരമാണിത്. ഇസ്ലാമിക ലോകത്തിനായി ഇന്ത്യ നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരം കൂടിയായി ഇതിനെ കാണണം. ഇന്ത്യക്ക് ലഭിച്ച ഈ അംഗീകാരത്തിൽ സന്തോഷവും നന്ദിയും അറിയിച്ച പ്രസ്താവനയിൽ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചു. അബുദാബി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാനാണ് ഇന്ത്യയെ ഔദ്യോഗികമായി ക്ഷണിച്ചത്. ഇന്ത്യയുമായി ബഹുരാഷ്ട്ര അന്താരാഷ്ട്ര തലത്തിൽ ശരിയായ സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ UAE നേതൃത്വത്തിനുള്ള താൽപര്യമാണ് ഈ ക്ഷണത്തിലൂടെ പ്രകടമായതെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഉഭയകക്ഷി ബന്ധത്തിനപ്പുറം ഇന്ത്യയുമായി ബഹുരാഷ്ട്ര അന്താരാഷ്ട്ര തലത്തിൽ ശരിയായ സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ UAE നേതൃത്വം പ്രകടിപ്പിക്കുന്ന ആഗ്രഹമായാണ് ക്ഷണത്തെ കാണുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള തന്ത്രപരവും സമഗ്രവുമായ സഹകരണത്തിൽ ഒരു നാഴികക്കല്ലാണ് ഈ ക്ഷണം. ഇന്ത്യയിലെ 18.5 കോടി മുസ്ലിങ്ങൾക്കും രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്കായി അവർ നൽകിയ സംഭാവനകൾക്കും ലഭിക്കുന്ന അംഗീകാരമാണിത്. ഇസ്ലാമിക ലോകത്തിനായി ഇന്ത്യ നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരം കൂടിയായി ഇതിനെ കാണണം. ക്ഷണം സ്വീകരിച്ച് OICയുടെ പ്ലീനറി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ ഇന്ത്യക്ക് അതിയായ സന്തോഷമുണ്ട്. UAE സർക്കാരിന് ഇക്കാര്യത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു പ്രസ്താവനയിൽ പറയുന്നു. പുൽവാമയിലെ ഭീകരാക്രമണത്തിന് OIC രാജ്യങ്ങളിൽപ്പെട്ട പാകിസ്ഥാനോട് പകരം ചോദിക്കാൻ ഒരുങ്ങുമ്പോഴും ഇന്ത്യക്ക് ലഭിച്ച ഈ ക്ഷണം ഇന്ത്യ ഭീകരവാദത്തെ മാത്രമാണ് എതിർക്കുന്നതെന്ന് ലോകരാഷ്ട്രങ്ങൾ വിലയിരുത്തുന്നതിന് സൂചനയാണ്. ഇറാനും അഫ്ഗാനിസ്ഥാനും പാക് ഭീകരതയ്ക്കെതിരെ ഇന്ത്യക്കൊപ്പം ഉണ്ടെങ്കിലും സൗദി അറേബ്യ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. സൗദി കിരീടാവകാശി ഇന്ത്യ സന്ദർശിച്ചെങ്കിലും കൂടുതൽ അടുപ്പം കാണിച്ചത് പാകിസ്ഥാനോട് തന്നെയായിരുന്നു. ഈ സാഹചര്യത്തിൽ മറ്റൊരു UAE രാജ്യമായ അബുദാബിയിലേക്ക് ഇന്ത്യയെ ക്ഷണിച്ചത് ഭീകരവാദ പോരാട്ടത്തിനെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ ഇന്ത്യക്കുള്ള പിന്തുണ സൂചിപ്പിക്കുന്നത് കൂടിയാണ്. ഇന്ത്യ UAE ഉഭയകക്ഷ ബന്ധം ഇരു രാജ്യങ്ങളിലെയും ഉന്നത നേതൃത്വത്തിന്റെ പരസ്പര സന്ദർശനത്തിന്റെ ഫലമായി അടുത്തിടെ കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ OICയിലേക്ക് ലഭിച്ച ക്ഷണം ഇരു രാജ്യങ്ങളുടെയും സഹകരണം കൂടുതൽ മെച്ചപ്പെടാൻ സഹായകരമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.